ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു another വീഡിയോ. നമ്മൾ ഇന്ന് അബൂർ ബീച്ച് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഹാഫ് മില്യണിൽ കയറിയിട്ട് രണ്ട് കോഫി വാങ്ങിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. ഈ ഹാഫ് മില്യണിൽ കയറുന്ന പ്ലാനിങ് നമ്മൾ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ പെട്ടെന്ന് പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഹസ്ബൻഡ് എനിക്ക് എന്തെങ്കിലും ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു നിമിഷ നേരത്തെ ഓഫേഴ്സ് ആയിരിക്കും. ആ ടൈമിൽ ഞാൻ ശ്രദ്ധിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് കിട്ടാറുണ്ട്. ഞാൻ ശ്രദ്ധ ഇല്ലാതെ വേറെ എങ്ങോട്ടെങ്കിലും നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഓഫേഴ്സ് നഷ്ടപ്പെടാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹാഫ് മില്യണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. പിന്നെ കുറച്ചൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുകളിലും ഫ്ലോറും വരുന്നുണ്ട്. അവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ കുടിക്കാം. അപ്പൊ ദാ നമ്മുടെ ഹാഫ് മില്യണത്തെ കപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ അവിടുന്ന് ഓർഡർ ആക്കിയിട്ടുള്ളത്, ഞാൻ ഓർഡർ ആക്കിയത് ഒരു പിസ്താഷ്യോ ഫ്ലേവറുള്ള കോഫിയും ഹസ്ബൻഡ് വേറെ ഏതൊരു ഫ്ലേവറാണ് ഓർഡർ ആക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള കോഫിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടി. അതുമായിട്ട് നമ്മൾ അബൂർ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അബൂർ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ബീച്ച് സൈഡിന്റെ ഓപ്പോസിറ്റ് ആണ് കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്യണം. പിന്നെ ഓപ്പോസിറ്റ് സൈഡാണ് അബൂർ ബീച്ച് വരുന്നത്. വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് നമുക്ക് പാർക്കിങ്ങിനും കാര്യങ്ങൾക്കും ഒന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ലോണം പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീക്കെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഫുൾ ആയിരിക്കും കേട്ടോ. ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാണ്. നമ്മൾ അബൂർ ബീച്ച് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ അബൂർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷ് കുറവായിരുന്നു. കുറച്ച് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ താഴെ മാറ്റൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് അവിടെ കുറച്ച് നേരം ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇവിടെ നമ്മൾ ഇരിക്കുന്നതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വാട്ടർ ഫൗണ്ടന്റ് വരുന്നുണ്ട് ഈ കാണുന്നത്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വാട്ടർ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു. പക്ഷേ ആ ടൈമിൽ അത് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്നാ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നമുക്ക് നമ്മളെ നടത്തവും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്നുള്ളതിലായി. അങ്ങനെ നമ്മൾ നടത്തവും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് തുടർന്നു. അങ്ങനെ ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബോട്ടിന്റെ ഷേപ്പിലായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് മക്കൾസൊക്കെ ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ സ്നാക്സിന്റെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റിഫ്രഷ്മെന്റിനും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈവനിങ് ടൈമിലെ ഓപ്പൺ ആവുള്ളൂ. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. രാത്രി സമയത്ത് നമുക്ക് ആ ഏരിയക്ക് പോകാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നുമില്ല. ഇതിലൂടെയൊക്കെ നമ്മൾ നടന്ന് ചുറ്റി കണ്ടതാണ്. അങ്ങനെ ഈ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം കോഫി ഷോപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഷീഷന്റെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ചൊരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ വരുന്ന ഭാഗത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കോഫി ഷോപ്പിൽ ഇരുന്ന് കോഫീസും കാര്യങ്ങളൊക്കെ കുടിച്ച് ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാണ്. ഇവിടെ ഒരു മിററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ മിറർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ കുറച്ച് നേരം ഇവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് സംസാരിച്ചൊക്കെ ഇരുന്ന് ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോഴാണ് ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് നൈറ്റ് ടൈമിലാണെന്നുണ്ടെങ്കിലും ബോട്ടും കാര്യങ്ങളൊക്കെ ബോട്ട് റൈഡിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു പകൽ സമയത്താണ് ഒന്നും കൂടി ഭംഗി. അങ്ങനെ നമ്മൾ കയറിയതൊന്നുമില്ല, ജസ്റ്റ് അവിടേക്ക് ഒന്ന് പോയിട്ട് അവിടുത്തെ ബോട്ട്സും കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ഈ ടൈമിൽ ആരും അങ്ങനെ ബോട്ടിലൊന്നും അങ്ങനെ റൈഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതാ നമ്മൾ അവിടുന്ന് മടങ്ങി നമ്മൾ ആ കോഫി ഷോപ്പിന്റെ അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നടക്കാനൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു. വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല. കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മളിതാ വീണ്ടും നമ്മുടെ ആ മിററിന്റെ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മിറർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇങ്ങനെ മിറേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടാൽ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? അങ്ങനെ നമ്മളിതാ അവിടെ ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ബ്രിഡ്ജ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്തത് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ഈ ഒരു ബ്രിഡ്ജിലൂടെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും ലൈറ്റ്സ് ഒക്കെ ആയിട്ട്. അങ്ങനെ അതാ നമ്മൾ വാട്ടർ ഫൗണ്ടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ വാട്ടറും കാര്യങ്ങളും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പല കളറിലുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ബ്ലൂ കളർ, റെഡ് കളർ, ഗ്രീൻ കളറിലൊക്കെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സ്മോക്കി എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഒരു വൈബായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ കണ്ട് അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കുറച്ച് ടൈം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു.
അങ്ങനെ നമ്മൾ അവിടുന്ന് മടങ്ങാം എന്നുള്ളതിലായി. കാരണം പിറ്റേ ദിവസം ഫാസിക്കാക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതാ നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അബൂർന്ന് എഴുതിയ ആ ലൈറ്റിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് മടങ്ങി. ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ് ട്ടോ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ബൈ.